മലബാർ ഡിസ്റ്റിലറീസ് മദ്യനിർമ്മാണ പ്ലാന്റിന്റെ നിർമ്മാണോദ്ഘാടനം എക്സൈസ് വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് നിർവഹിച്ചു. മേനോൻപാറയിലെ ഷുഗർ ഫാക്ടറി കെട്ടിടത്തിലാണ് മദ്യനിർമ്മാണ പ്ലാന്റ് വരുന്നത്. പ്രാഥമിക പദ്ധതിയായി 29.5 കോടി രൂപ ചെലവിൽ 3 ലൈൻ ബോട്ടിലിംഗ് പ്ലാന്റ് സ്ഥാപിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഗുണമേന്മയുള്ള മദ്യം ലഭ്യമാക്കുക എന്നതാണ് ചെയ്യാവുന്നത്. മദ്യത്തെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളതല്ല ഈ സർക്കാരിന്റെ നയം, അതുമല്ല. മദ്യവർജനമാണ്, മദ്യനിരോധനമല്ല, മദ്യവർജനമാണ്. ഘട്ടം ഘട്ടമായി വീര്യം കുറഞ്ഞ മദ്യത്തിലേക്ക് കൊണ്ടുവരിക, അങ്ങനെ മദ്യവർജനത്തിലേക്ക് നയിക്കുക എന്നതാണ്. അതനുസരിച്ചുള്ള നടപടികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ചടങ്ങിൽ എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു പങ്കെടുത്തില്ല. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നു. എന്നാൽ പാലക്കാട് എം.പി. വി.കെ. ശ്രീകണ്ഠൻ നിർമ്മാണോദ്ഘാടനത്തിനെത്തിയിരുന്നു. പ്രാദേശിക നേതൃത്വം വിയോജിപ്പ് മറികടന്നാണ് എം.പി. ചടങ്ങിൽ പങ്കെടുത്തത്. പ്രസംഗത്തിൽ വി.കെ. ശ്രീകണ്ഠൻ കുടിവെള്ള പ്രശ്നവും എലപ്പുള്ളി വിഷയവും ഉന്നയിച്ചു. തികച്ചും സർക്കാരിന്റെ നേതൃത്വത്തിൽ പൊതുമേഖലാ സ്ഥാപനം ഇങ്ങനൊരു സംരംഭം കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആവശ്യത്തിനനുസരിച്ചുള്ള ഉൽപാദനം നമ്മുടെ കേരളത്തിലില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. വർഷങ്ങളായിട്ട് ഉള്ള ആ അപര്യാപ്തത കുറയ്ക്കുന്നത്